മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാള സെക്കൻഡിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ പാഠഭാഗം അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ്? എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്? നമ്മുടെ പ്രവേശകം തന്നെ എന്തിനെ കുറിച്ചായിരുന്നു? യാത്രകളെ കുറിച്ചായിരുന്നു അല്ലെ. സുജാത ദേവി നടത്തിയിട്ടുള്ള യാത്രയുടെ അനുഭവങ്ങൾ സഹോദരിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർക്ക് എഴുതുന്ന കത്തിന്റെ രൂപത്തിലാണ് ആദ്യത്തെ നമ്മുടെ പ്രവേശകം എന്ന് പറയുന്നത്. ആദ്യത്തെ പാഠഭാഗം ശാന്തിനികേതനത്തിലേക്ക് ആര് നടത്തിയിട്ടുള്ള യാത്രയാണ്, യാത്രയുടെ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ പാഠഭാഗം അല്ലെ, ശാന്തിനികേതനത്തില് SK പൊറ്റക്കാട് നടത്തിയിട്ടുള്ള യാത്രയാണ്. 2ാമത്തെ പാഠഭാഗം എന്തായിരുന്നു? സ്മാരകം എന്ന് പറയുന്ന കവിതയാണ്. ഒരു അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്രയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഇവിടെ മണൽക്കൂനകൾക്കിടയിലൂടെ ആരാണ് യാത്ര ചെയ്യുന്നത്? ആരാണ് നമ്മുടെ നജീബ്. ഏത് നജീബാണ്? നിങ്ങൾക്ക് എത്ര നജീബിന് പരിചയമുണ്ട് സാഹിത്യത്തില്? നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെ, മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഇത്. ബെന്യാമിൻ എഴുതിയിട്ടുള്ള ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആരടാ? നമ്മുടെ നജീബ് അല്ലെ. അപ്പൊ നജീബ് മണൽക്കൂനകൾക്കിടയിലൂടെ നടത്തുന്ന യാത്രയാണ്. ഇതാരാന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ആടുജീവിതം വായിച്ചിട്ടുള്ളവരുണ്ടാവാം, ആടുജീവിതം സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാവാം. അപ്പൊ എന്താണെങ്കിലും ആടുജീവിതം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിലെ കഥയെന്ന് ടീച്ചർ വളരെയൊന്നും വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഇതിൽ അത് നോവലിലുള്ള കഥാപാത്രമായ അർബാബാണ് അല്ലെ. നല്ല രസമല്ലേ കാണാന്? ഒരു ദുഷ്ടൻ അർബാബാണ് അല്ലെ. അപ്പൊ ഈ അർബാബിന്റെ ജാമ്പവാന്റെ കാലത്തുള്ള വണ്ടിയിലാണ് അവർ മണൽക്കൂനകൾക്കിടയിലൂടെ മരുഭൂമിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നതാണ് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. അപ്പൊ യാത്രാ വിവരണങ്ങളാണ്, അല്ലെങ്കിൽ യാത്രയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ, എങ്ങനെയാണ് അദ്ദേഹം മണൽക്കൂനകൾക്കിടയിൽ എത്തുന്നത്? ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്? സൗദി അറേബ്യയിൽ അല്ലെ. പണ്ടൊക്കെ ഗൾഫിൽ പോകുന്നത് എല്ലാ കാലത്തും വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. നല്ലൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ നജീബും എങ്ങനെയാണ് പോകുന്നത്? നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭാര്യനെയും ഉമ്മേനെയും ഒക്കെ അല്ലെ നാട്ടിലാക്കി അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഗൾഫിലേക്ക് പോകുന്നു അല്ലെ. അങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന നജീബിന്റെ ജീവിതം അടിപൊളി മാറുകയാണ്. ആ നോവലാണ് ആടുജീവിതം എന്ന് പറയുന്ന നോവല്. അത് മലയാളത്തിലേക്ക് അല്ലെ ആരെഴുതി? നമ്മുടെ ബെന്യാമിൻ മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. ബെന്നി ജാനിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം, യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. അദ്ദേഹം ബഹ്റിനിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഒരുപാട് കൃതികൾ, മഞ്ഞവെയിൽ മരണങ്ങള്, അൽ-അറബി നോവൽ ഫാക്ടറി തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള സാഹിത്യകാരനാണ്. ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. ആഴ്ചപതിപ്പുകളിലൊക്കെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് ബെന്യാമിൻ. നമ്മൾ അഭിമാനമാണ് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ബെന്യാമിൻ നമ്മുടെ നജീബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ നോവലാണ് ആടുജീവിതം അല്ലെ. ഈ ആടുജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള സിനിമയാണ് ഏതെന്ന് പറയുന്നത്? ബ്ലസി നിർമ്മിച്ച സിനിമയാണ്. പൃഥ്വിരാജ് നായകനായിട്ടുള്ള സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. അപ്പോ ബെന്യാമിൻ ഇങ്ങനെ ഗൾഫിലൊക്കെയുള്ള മനുഷ്യരുടെ കഥ എഴുതണം, എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് ഗൾഫിൽ പോയിട്ട് പൈസക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം മാറിയവരുടെ കഥയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഒരു പരാജയപ്പെട്ടു പോയൊരു മനുഷ്യന്റെ കഥ എഴുതണം എന്നാലോചിച്ച് നടക്കുകയും അങ്ങനെ ഒരു സുഹൃത്ത് വഴിയാണ് നജീബിന്റെ കഥ അറിയുന്നത്. അങ്ങനെ നജീബിനെ പോയി കാണുകയും അല്ലെ ആ കഥ അല്ലെ, ആ ആടുജീവിതത്തിന്റെ പുറംചട്ടയിൽ കൊടുത്തൊരു വാക്യമുണ്ട്. എങ്ങനെയാണ് അത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്ക് കഥകളാണ്. അപ്പൊ ഈ നോവൽ വായിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, ഇതിനൊക്കെ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവോ, ഇതൊക്കെ ഒരു മനുഷ്യൻ കടന്നു പോയിട്ടുള്ളതാണോ എന്ന് നമുക്ക് തന്നെ തോന്നും അല്ലെ. അത്രയും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ഈ ഒരു നോവൽ, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ ജീവിച്ച് കടന്നുപോയ വഴികൾ എന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അങ്ങനെ ബെന്യാമിൻ എഴുതിയ അല്ലെ നജീബിന്റെ ജീവിത കഥയാണ് ആടുജീവിതം. ഒരു ആടിനെ പോലെ അദ്ദേഹം ജീവിതത്തിൽ മാറിപ്പോയ, അല്ലെങ്കിൽ ജീവിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയെ കൂടെയാണ് അല്ലെ, ഒരാടിനെ പോലെ അല്ലെ അദ്ദേഹം ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു അവസ്ഥയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് സൗദി അറേബ്യയിലേക്ക് ആര് പോകുന്നു? നമ്മുടെ നജീബ് പോവുകയാണ് കേട്ടോ. ബോംബെ വഴി, പണ്ടൊക്കെ അങ്ങനെയാണ്, ബോംബെ വഴിയൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഒരു അറബി അല്ലെ, ആ ഒരു അറബി നമ്മൾ കണ്ടില്ലേ, ആ അറബിയിൽ എന്ത് ചെയ്യാണ്? ആ അറബി വേറെ ആരെയോ കാത്തു നിന്നായിരുന്നു. അപ്പൊ വേറെ ആരുടെയോ വിധിയിലേക്ക് കയറി കൊടുക്കുകയാണ്. അങ്ങനെ നജീബിന്റെ കൂടെ ഹക്കീം എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവർ രണ്ടാളും കൂടെ അറബീന്റെ അടുത്തേക്ക് പോകുന്നു. അറബി ഓരോ ബാഗൊക്കെ വാങ്ങി എന്ത് ചെയ്യാണ്? വലിച്ച് അല്ലെ, ഒരു പാട്ടപ്പൊളി വണ്ടിയാണ്, ഒരു പാട്ട വണ്ടി അല്ലെ, ആ ജാമ്പവാന്റെ കാലത്ത് നിന്ന് ഇറങ്ങി വന്ന പോലുള്ള ഒരു വണ്ടിയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നു. അവരോട് എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു.
അറിവില്ല, ഇവർക്കാണെങ്കിൽ ഭാഷ അറിയില്ല, നാടറിയില്ല, വീടറിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണല്ലേ. അപ്പോൾ ഇവർ പേടിച്ചിട്ട് ആ വണ്ടിയിൽ പാഞ്ഞു കയറുന്നു. അങ്ങനെ നമ്മുടെ നഗരത്തിന്റെ വെളിച്ചത്തിൽ നിന്നൊക്കെ മറികടന്ന് ഈ വണ്ടി ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോയി 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 അവരെന്ത് ചെയ്യുന്നു, ക്ഷീണത്തിൽ ഇങ്ങനെ മയങ്ങി പോകുന്നു അല്ലെ. മണിയനീച്ചയെ പോലൊരു ഭീതിയൊക്കെ നജീബിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാണ്. ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്, കാരണം അറിയില്ല അല്ലെ എന്തിനും. എന്നിട്ടും അയാൾ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവായിട്ട് എന്താണ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ അവസ്ഥയൊക്കെ കടന്നു പോകും അല്ലെ, എന്താണ് എൻ്റെ അർബാബിന്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്നൊക്കെ അയാൾ സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ മണൽക്കൂനകൾക്ക് മുകളിലൂടെ എന്ത് ചെയ്യുന്നു, അർബാബ് ഇവരെയും കൊണ്ട് അല്ലെ നമ്മളെ ഈ ഒരു വണ്ടിയിൽ എന്ത് ചെയ്യാണ്, പോവുകയാണ് അല്ലെ. അങ്ങനെ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലേക്കാണ് ആരെത്തുന്നത്, നജീബ് എത്തുന്നത് കേട്ടോ. നജീബും ഹക്കീമും ഉണ്ട് അല്ലെ, ആട് വളർത്തൽ കേന്ദ്രത്തിലാണ്. അങ്ങനെ ഒരുപാട് വർഷക്കാലം അല്ലെ വീടുമായിട്ടും എത്ര കാലം കഴിഞ്ഞു എന്ന് തന്നെ അറിയില്ല, സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അവസ്ഥയാണ്. നജീബ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഭീകരരൂപിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ ആടുകളുടെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ എത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാളെ കാണാണ്ടാവുന്നു. അവൻ നജീബ് വിചാരിച്ചെന്താ, ഓക്കെ ഇതുപോലെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ഥിക്കൂടം മരുഭൂമിയിൽ വെച്ച് കണ്ടപ്പോഴാണ് നജീബിന് മനസ്സിലായത്, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ഒരു വിൽ പവർ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അസാമാന്യമായിട്ടുള്ള ആ ഒരു ശക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഇത് പറയാനും ഈ കഥ കേൾക്കാനും നമുക്ക് പറ്റിയിട്ടുള്ളത് അല്ലേ. അല്ലെങ്കിൽ എന്തൊക്കെയോ അവിടെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഢനിശ്ചയം അല്ലെ ജീവിതത്തെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണു, അദ്ദേഹം ഒരുപാടല്ലേ കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, മുടി വെട്ടാൻ പറ്റില്ല, വേറെ വസ്ത്രമില്ല, പോയപ്പെട്ട വസ്ത്രമാണ് അല്ലെ. ഒന്നാലോചിച്ചു, കഴിക്കാൻ ഈ ആടുകളുടെ വെള്ളമൊക്കെയാണ് കുടിക്കുക, എന്തെങ്കിലുമൊക്കെയാണ് തിന്നാനുണ്ടാവുക. അപ്പം അങ്ങനെ ദുരിതപൂർണമായൊരു ജീവിതം നയിച്ച ഒരു മനുഷ്യന്റെ ജീവിത കഥയാണ് ആടുജീവിതം എന്ന് പറയുന്ന നമ്മുടെ നോവൽ. ഓക്കെ, ഈ നോവലിൽ സൗദി അറേബ്യയിലേക്ക് പോകുന്ന അല്ലെ, അവിടെ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഈ അർബാബിന്റെ കൂടെ വണ്ടിയിൽ, ഈ ജബവാന്റെ കാലത്തുള്ള വണ്ടിയിൽ എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്ത് മണൽക്കൂനകൾക്കിടയിലൂടെ അല്ലെ ആര് കടന്നു പോവാണ്, നജീബ് ഹക്കീമിന്റെ ഒപ്പം ഈ വണ്ടിയിൽ അർബാബിന്റെ കൂടെ പോകുന്നു. ആ സമയത്ത് അയാളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകള്, ആകുലതകള്, വ്യാധി, അയാൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എഴുതിയത് ആരാണ് എഴുതിയിട്ടുള്ളത്, ബെന്യാമിനാണ്. ബെന്നി ഡാനിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ബഹ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പത്തനംതിട്ടയിൽ പന്തളത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. ഓക്കെ, 2009 മികച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള നോവൽ കൂടെയാണ് നമ്മുടെ ആടുജീവിതം കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിൽ ഇത്രയധികം വായിക്കപ്പെട്ടൊരു നോവൽ ഇല്ലായിരുന്നു എന്ന് പല മനുഷ്യരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നോവലിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരാൾ കൂടെയാണ് ബെന്യാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആടുജീവിതം അല്ലെങ്കിൽ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ മക്കൾക്ക്? അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിട്ടിരിക്കുക. പരീക്ഷയുടെ ഡേറ്റ് വന്നു, 13-ാം തീയതിയാണ്. മലയാളത്തിലാണ് നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയും നമ്മുടെ ആപ്പ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആപ്പ് അല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇനിയുള്ള റെക്കോർഡഡ് വീഡിയോസും ലൈവുകളും ഒക്കെ നിങ്ങൾ കാണുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് A+ കിട്ടും. ഇനിയെങ്കിലും പഠിക്കണം നമ്മൾ അല്ലേ. അപ്പോൾ ഇനിയും പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. ഇപ്പോഴെങ്കിലും നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് നമ്മളെ സംബന്ധിച്ച് ഓണപരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക. ഓക്കെ, ഇനി ഏത് ചാപ്റ്ററാണ് വേണ്ടത്, മലയാളം ഫസ്റ്റ് വേണോ എന്നൊക്കെ ഇടുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.